അന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇയാളെ കണ്ടില്ലേ? ഒന്നാന്തരം ജിഹാദിയ. ഈ നാടിന്റെ ഐക്യം തകർക്കൂ. ഇത് ഇയാളുടെ വാക്കുകൾ കേൾക്കുന്ന യഥാർത്ഥ മുസ്ലിം മതവിശ്വാസികൾക്ക് തന്നെ അത് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കൂ. ഇയാളിത് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തൊരു നെറികേട് നിങ്ങൾ കേട്ടോ? ഇയാൾ ഈ നാട്ടില് ഭിന്നിപ്പുണ്ടാക്കാനാണ് രംഗത്ത്. ഒരു തന്ത്രപരമായിട്ട് നമ്മുടെ കേരളത്തിൽ ജിഹാദിസം വളരെ വലിയ രീതിയിൽ വളർത്തുന്ന ഒരു തരം ഇയാള്. ഈ MA യൂസുഫ് അലി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് തൃശ്ശൂരിൽ മുണ്ടത്തിക്കോട് ഒരു വെടിക്കെട്ട് അപകടം നടന്നല്ലോ. അതിൽ പോലും ഇയാള് ജിഹാദിസം നടത്തുക. അതായത് ആ അപകടത്തിൽ മരണപ്പെട്ടവർക്ക് MA യൂസുഫ് അലി 1 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപ പ്രഖ്യാപിച്ചു. MA യൂസുഫ് അലി ഇത് ആദ്യമായിട്ടൊന്നുമല്ല. അദ്ദേഹം നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അദ്ദേഹം ഒരുപാട് ഇതുപോലെയുള്ള സഹായങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. നമ്മുടെ കേരളത്തിൽ എന്ന് മാത്രമല്ല, അദ്ദേഹം ബിസിനസ്സൊക്കെ ആയി ബന്ധപ്പെട്ട് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തന്നെ അദ്ദേഹം സഹായം ചെയ്യാറുണ്ട്. അത് വലിയൊരു കാര്യമാണ്, അത് വലിയ നന്മയാണ്. അതിനെല്ലാ രീതിയിലുള്ള ഗുണവും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യട്ടെ. പക്ഷേ ഈ സുഹിരി ഉണ്ടല്ലോ, ഈ MA യൂസുഫ് അലിയുടെ മതം പൊക്കിപ്പിടിച്ചിട്ട് ഈ മതത്തിലുള്ള ആളാണ് സകലതും ചെയ്യാ എന്ന രീതിയിലാണ് ഇപ്പോ ഒരു വീഡിയോ ആയിട്ട് ഈ രംഗത്തെത്തിയത്. എന്നിട്ട് ആ വീഡിയോയില് ഒരു ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. എന്റെ ഒരേ ചോദ്യമുള്ളൂ. ശശികല ടീച്ചർ, RV ബാബു, വിദ്യാസാഗർ ഗുരുമൂർത്തി, ലക്ഷ്മി കാനത്താന്റെ കോനോത്ത്, അതുപോലെ തന്നെ പ്രതീഷ് വിശ്വനാഥ് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ രാവും പകലും ഹിന്ദുവിനെ ഉണർത്താനും ഉയർത്താനും വേണ്ടി നടക്കുന്ന മനുഷ്യരെ ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളുടെ മെമ്പർമാരായിട്ടില്ലേ? ഈ മരണപ്പെട്ടതിൽ ഒരാൾ പോലും മുസൽമാനോ ക്രിസ്ത്യാനിയോ ഇല്ല. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന പൈസ ഏതെങ്കിലും മുസൽമാനും ക്രിസ്ത്യാനിക്കും പോകണമെന്നുള്ള ടെൻഷനും വേണ്ട. ഈ മരണപ്പെട്ട പാവങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ വക എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ കേട്ടില്ലേ? അതായത് ഇയാൾ ഈ ഒരു വീഡിയോയിൽ ഉടനീളം പറയുന്നത് MA യൂസുഫ് അലി ഇത് ചെയ്തല്ലോ. ഏത് മതപരമായിട്ട് തന്നെയാണ് ആ പേരൊക്കെ എടുത്തുയർത്തുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ് ലക്ഷ്മി ഖാനത്ത്, ശശികല ടീച്ചർ, RV ബാബു, ഇത്തരം ആളുകൾ ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മരണപ്പെട്ടവരൊക്കെ ഹിന്ദു മതത്തിലല്ലേ മരണപ്പെട്ടവര്? ഈ വെടിക്കെട്ടിൽ പോലും മതം നോക്കിയിട്ട് മതം പൊക്കിപ്പിടിച്ച് ഇയാളെ പോലെ ആരെങ്കിലും രംഗത്തെത്തിയിട്ടുണ്ടോ? എന്റെ ലളിതമായിട്ടുള്ള ചോദ്യം. ഇയാളൊരു ഉസ്താദ് എന്നാണല്ലോ സ്വയം പ്രഖ്യാപിച്ച് രംഗത്തെത്താറുള്ളത്. ഇയാളിപ്പോ തലയിൽ തൊപ്പിയൊക്കെ വെക്കുന്നുണ്ട്. അതേപോലെ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു സന്യാസിയായിട്ടുള്ള ഒരാള് രംഗത്തെത്തിയിട്ട് ഇപ്പൊ ചോദിക്കാം, AP ഉസ്താദ് ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തോ? ഇനി മറ്റേതെങ്കിലും ഒരു ദുരന്തത്തില് ഇന്ന മതത്തിൽ മാത്രമുള്ള ആളുകളാണെങ്കിൽ ഈ AP ഉസ്താദ് എന്തോ ചെയ്തോ, EK ഉസ്താദ് എന്തോ ചെയ്തോ, ഈ പറയുന്ന ഏതെങ്കിലും ഉസ്താദുമാർ എന്തോ ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇവിടെ എത്ര വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരും. എന്റെ ഈ അൻസാരിക്കെതിരെ ഇതുപോലെ പ്രതിഷേധങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉയരാത്തത്? നിങ്ങൾക്ക് AP ഉസ്താദ്, നിങ്ങൾക്ക് EK ഉസ്താദ്, ഈ പറയുന്ന അതായത് മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മതപണ്ഡിതന്മാരുണ്ടോ അതേ രീതിയിൽ RV ബാബുവിനെയും ശശികലയെയും ലക്ഷ്മി ഖാനത്തിനെയൊക്കെ ഹിന്ദു സമൂഹം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുരുപൊട്ടി അവരുടെ നേരെ ചാടി വീഴുന്നത്? എന്തേ ഹിന്ദു ആയിട്ടുള്ള ഒരാൾ ഇത് നേരെ തിരിച്ചു ചോദിച്ചാൽ ഇവിടെ വർഗീയതയും, ഇയാൾ ഇത് തിരിച്ചു ചോദിക്കുമ്പോ ഇവിടെ ഒരു പ്രതിഷേധവും നടക്കാത്തത്? ഇനി മാത്രമല്ല, എന്റെ ലളിതമായിട്ടുള്ള മറ്റൊരു ചോദ്യം. ഇവിടെ 20 MP മാരെ നമ്മൾ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ട്. 20 MP മാരെ. അതിൽ ഒരേ ഒരു MP ആയിട്ടുള്ള സുരേഷ് ഗോപി, നമ്മൾ മതമല്ല പറയുന്നത്, നമ്മളൊക്കെ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ടല്ലോ മതൊന്നും നോക്കാതെ വോട്ട് ചെയ്ത്. ഈ 20 MP മാരിൽ ഒരേ ഒരു MP-യെ 1 ലക്ഷം രൂപ വീതം ഈ അപകടത്തിൽ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് പ്രഖ്യാപിച്ചുള്ളൂ. ബാക്കി 19 പേര് എന്തു ഉണ്ടയാണ്, എന്ത് തേങ്ങയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് അൻസാരി ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ കയ്യടിക്കായിരുന്നു. ഒരു തർക്കമില്ല, വേണ്ട. ഇനിയും തന്റെ ആളുണ്ടോ? സുരേഷ് ഗോപി ചെയ്തു, എന്തേ 19 MP-മാര് ചെയ്യാത്തത്? അവരെന്ത് തേങ്ങക്കാണ് നമ്മളെ ജയിപ്പിച്ചത് എന്ന് ചോദിക്കാൻ കഴിയോ? ഇല്ല. മതം നോക്കി തന്റെ മതത്തിലുള്ള ആളാണ് എല്ലാം ചെയ്യുന്നത് എന്ന് വിളിച്ചു പറയാം. പിന്നെ പറയുന്നുണ്ട് MA യൂസുഫ് അലിക്കെതിരെ ഇവരെന്തോ പറഞ്ഞു എന്നൊക്കെയാ പറയുന്നത്. അങ്ങനെയൊക്കെ പറയാൻ ഈ അൻസാരിക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ? ഞാൻ ലളിതമായിട്ടുള്ള മറ്റൊരു കാര്യം മുന്നോട്ട് വെക്കാം. രത്തൻ ടാറ്റ ഒരു വാർത്ത ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുക. രത്തൻ ടാറ്റയുമായി ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള 1-2 വർഷത്തിന് മുമ്പുള്ളൊരു വാർത്തയാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് ടാറ്റയുടെ ആ ട്വീറ്റ് കാസർഗോഡിന് കിട്ടിയത്
കോവിഡ് ആശുപത്രി നിർമ്മാണം പൂർത്തിയാക്കിയത് 124 ദിവസങ്ങൾക്കുള്ളിൽ. കാസർഗോഡ് കോവിഡ് കത്തിപ്പടരുന്ന ദിവസങ്ങളായിരുന്നു അത്. രത്തൻ ടാറ്റയുടെ ഒരു ട്വീറ്റ് പ്രത്യക്ഷപ്പെട്ടു. ടാറ്റ ട്രസ്റ്റും ടാറ്റ സ്ഥാപനങ്ങളും ചേർന്ന് രാജ്യത്തെ കോവിഡ് പ്രതിരോധത്തിനായി 5000 കോടി നൽകുമെന്നായിരുന്നു ട്വീറ്റ്. ആ 500 കോടിയിൽ 60 കോടിയുടെ കെട്ടിടമെത്തിയത് കാസർകോട്ടേക്ക്. കോവിഡ് കാലത്ത് ജില്ലയിലെ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച ടാറ്റ കോവിഡ് ആശുപത്രി ചട്ടഞ്ചാലിൽ ഒരുങ്ങിയത് അങ്ങനെയാണ്. 60 കോടി രത്തൻ ടാറ്റ കൊടുത്തു. എന്റെ ചോദ്യം വളരെ ലളിത. ഇവിടെ നമ്മുടെ കേരളത്തില് ഗാസയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ആളുകൾ വലിയ ബഹിഷ്കരണം നടത്തി. സുഡിയോയിലേക്ക് ആരും പോവരുത് എന്ന് പറഞ്ഞു വലിയ ബഹിഷ്കരണം. ആ സമയത്ത് ഈ സുഹിരി അങ്ങനെയല്ല. രത്തൻ ടാറ്റ നമ്മുടെ കേരളത്തിന് 1 ലക്ഷമല്ല 50,000, ഇതൊന്നും ചെറുതല്ല കേട്ടോ. ആര് 1 രൂപ കൊടുത്താലും അത് വലുതാ. പക്ഷെ സുഹിരിയോടുള്ള മറുപടി ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ എടുത്തു പറയുന്നത്. 60 കോടി രൂപ രത്തൻ ടാറ്റ നമ്മുടെ കേരളത്തിന്, നമ്മളിൽപ്പെട്ട മലയാളികൾക്ക് മതം നോക്കാതെ രത്തൻ ടാറ്റ നമ്മുടെ കേരളത്തിലേക്ക് 60 കോടി തന്നിട്ടുണ്ട്. ഗാസ, ഇസ്രായേല്, ഇറാന് ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ പുറത്തുള്ള വിഷയ. നമുക്കിവിടെ ഐക്യം വേണം. ഒരാളും സ്റ്റുഡിയോ ബഹിഷ്കരിക്കരുത്, ഒരാളും ടാറ്റയുടെ പ്രൊഡക്റ്റുകൾ ബഹിഷ്കരിക്കരുത് എന്ന് പറഞ്ഞ് ഈ അൻസാരി രംഗത്തെത്തിയിട്ടുണ്ടോ? ഇത് മലയാളികൾ ചിന്തിക്കേണ്ടതാ. അവ ചില വിഷയങ്ങൾ മാത്രം ഉയർത്തുന്നു എന്ന് പറയുന്നതിനാണ് ഇയാളൊക്കെ ഒരു പച്ച വർഗീയവാദി എന്ന് നമ്മൾ എടുത്ത് പറയുന്നത്. ഇയാള് ഈ ഒരു വിഷയത്തില് നമ്മൾ വളരെ ഗൗരവത്തില് ഈ ജിഹാദിസം നമ്മുടെ കേരളത്തില് ഇയാള് തന്ത്രപരമായിട്ടാണ് ഇവിടെ വളർത്തുന്നത്. പല രീതിയിൽ, പല ചാരിറ്റി രീതിയിലൊക്കെയാണ് ഇയാള് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ഒരു അപകടമല്ലേ? മറ്റൊരു മതത്തിലുള്ള ആളുകൾ എന്തേ ഒന്നും ചെയ്യാത്തത്, എന്റെ മതത്തിലുള്ളത് ഇത് ചെയ്തു എന്ന് പറയുന്നത് ഒരു നെറികേടല്ലേ, പച്ചവർഗീയതയല്ലേ? ഞാനൊരു മുസൽമാനായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാ. ഇവിടെ ബോധമുള്ള സകല മുസ്ലിം വിശ്വാസികളോടും അറിയാനുള്ളത്, ഇയാളെയൊക്കെ മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ നാടിന്റെ ഐക്യം തകരും. ഇയാളൊക്കെ ജിഹാദിസം ഒളിച്ചു കിടത്തുക, അത് നമ്മുടെ നാടിന് അപകട. ഈ പറയുന്ന മുണ്ടത്തിക്കോട് അപകടമൊക്കെയായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയത്, ഒരാളും ഒരു പരസ്യവും ചെയ്യാതെയും സഹായിക്കുന്ന ഒരുപാടാണ് ഈ ഒരു മുണ്ടത്തിക്കോടും എന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ ഏതൊരു അപകടവും വിഷയമൊക്കെ നടക്കുമ്പോൾ ഒരാൾ പോലും അറിയാതെ, ഒരു ചാരിറ്റി സോഷ്യൽ മീഡിയയിലും വരാതെ സൈലന്റ് ആയിട്ട് സഹായിക്കുന്ന ആളുകളുണ്ട്. ഇന്ന മതത്തിലൊന്നുമല്ല, എല്ലാ മതത്തിലും ഒരാളെയും അറിയിക്കാതെ സഹായിച്ച് തിരിച്ചു പോകുന്ന ആളുകളുണ്ട്. ആരും മതം പറയുന്നില്ല. എന്നാൽ ഇയാളൊക്കെ സഹായിച്ച ആളുടെ മതം പറയാ എന്ന് മാത്രമല്ല, മരണപ്പെട്ടവരുടെ മതം പോലും പറഞ്ഞിട്ട് എന്നിട്ട് എന്തേ ഇവര് സഹായിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നത്. എത്ര വലിയ പച്ചവർഗീയവാദികളാ ആ ചോദ്യം ചോദിക്കാൻ സാധിക്കുക? ഇയാളൊക്കെ നമ്മുടെ നാടിനെ ഭിന്നിപ്പിക്കുകയാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക.